തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഫലമണിയുക എന്നുള്ളതാണ് ജീവൻ്റെ നിയമം. ഇത് നമുക്ക് നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് എപ്പോഴും കണ്ടെത്താൻ കഴിയുന്നൊരു പാഠമാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ നടുന്ന ബന്ദിയും ബാൾസവും മറ്റ് പൂച്ചെടികളുമൊക്കെ അതിൻ്റെ സമയത്ത് പൂക്കുകയും ഫലമണിയുകയും ചെയ്യുന്നു. നമ്മൾ കുറേ കൂടെ ആഴത്തിൽ ചിന്തിച്ച് കഴിയുമ്പോൾ പ്രകൃതിയുടെ ഏറ്റവും ശക്തമായ ഒരു നിയമമാണിതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കള്ളിമുൾ ചെടികൾ പോലും പൂക്കുന്നില്ലേ? നമുക്ക് അത്ഭുതമാണ്. എവിടെയായിരുന്നു ഈ വെള്ളപ്പൂക്കൾ ഇത്രയും കാലം? പൂക്കുന്നതോടുകൂടി ഫലം അണിയുന്നതോടുകൂടി നശിക്കുന്ന ഒന്നാണ് മുള അല്ലെങ്കിൽ ഇല്ലി എന്ന് പറയുന്ന ചെടി. നമ്മുടെയൊക്കെ വനാന്തരങ്ങളിൽ നമ്മളിത് കാണുന്നുണ്ട്. പൂക്കുന്നതോടെ ഫലമണിയുന്നത് നശിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിറകിൽ വലിയ തത്വങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ മനസ്സ് ഒരു കർഷകൻ്റെ മനസ്സാണ് നമുക്ക് തോന്നിപ്പോവുക. കർത്താവ് പറയും, വിതക്കാരനെ പോലെയാണ് ദൈവമെന്ന്. അവൻ ഈ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിനോടും അത് ഫലം ചൂടുന്നതിനോടും ഈ ജീവിതത്തെ താതാത്മ്യപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യൻ പോലും ഈ നിയമത്തിന് വിധേയനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഫലമണിയുന്ന മനുഷ്യരാകുക. മനുഷ്യൻ്റെ ജീവിതത്തിൽ മാത്രമേ നമ്മൾ വേണ്ടത്ര സൽഫലങ്ങൾ കാണാതുള്ളൂ എന്നുള്ളത് വിചിത്രമായൊരു കാര്യമല്ലേ? ഏതു ചെടിക്കും അതിൻ്റേതായ പുഷ്പങ്ങളും ഫലങ്ങളുമുണ്ട്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളാണ് ഈ സമൂഹത്തിൽ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മനുഷ്യരായി തീരുക. നമ്മളിൽ നിന്നാരും കൈപ്പേറിയ ഫലങ്ങൾ അനുഭവിക്കാൻ ഇടയാകാതിരിക്കുക. നമ്മുടെ പക്കൽ വന്നിട്ട് ആരും വേദനിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എന്നൊരു ചിന്ത ഒരിക്കലും ഉണ്ടാകാതെ, പകരം സന്തോഷവും സമാധാനവും സ്നേഹവും അനുകമ്പയും അതുപോലുള്ള മാനുഷികമായ നന്മകളും പങ്കുവെച്ചു കൊടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഫലങ്ങൾ കൊടുത്ത് അവരെ സംതൃപ്തരാക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. ദൈവം നമ്മുടെ ഉള്ളിൽ ഒരുപാട് നന്മയുടെ വിത്തുകൾ വിതച്ചിട്ടുണ്ട്. അതൊക്കെ ഫലമണിയട്ടെ. അപ്പോൾ നന്മ നിറഞ്ഞൊരു ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും സാധിക്കും.